ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ 2 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഫാമിലി, രണ്ടാമത്തെ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലീജിയനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. റിലീജിയൻ ഒരു ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ റിലീജിയന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സമൂഹത്തിൽ മാത്രമല്ല, വേൾഡ് വൈഡ് തന്നെ ജനങ്ങൾ റിലീജിയൻ്റെ ബേസിലാണ് ജീവിക്കുന്നത്. അവരുടെ എല്ലാ തരത്തിലുള്ള കൾച്ചേഴ്സ് ആണെങ്കിലും ട്രഡീഷൻസൊക്കെ ഓരോ ഫാമിലി മെമ്പേഴ്സും ഫോളോ ചെയ്യുന്നത് റിലീജിയൻ്റെ ബേസിലാണ്. നമുക്ക് റിലീജിയൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ടീച്ചർ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. റിലീജിയൻ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സിസ്റ്റം ഓഫ് ബിലീഫ്, practices and organizational structures centered around sacred or divine elements. It plays a significant role in shaping moral values, cultural norms and social behavior. അതായത് റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു സാമൂഹിക സ്ഥാപനമാണ്. അതുപോലെ തന്നെ അത് ഒരുപാട് ബിലീഫ്, വിശ്വാസങ്ങൾ, പ്രാക്ടീസസ്, അതായത് ഓരോ റിലീജിയനും ചെയ്തു പോകുന്ന കുറേ പ്രാക്ടീസസ് ഉണ്ട് അവരുടെ റിലീജിയനായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്, അതായത് ഒരു സാമൂഹിക സ്ഥാപനമാണ്, അല്ലേ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ് സെൻറ്റേർഡ് അറൗണ്ട് സാക്രഡ് ഓർ ഡിവൈൻ എലമെൻറ്റ്സ്, അതായത് വിശ്വാസങ്ങളും ആചാരങ്ങളും കൂടിച്ചേർന്ന ഒരു സംവിധാനമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾ, സാംസ്കാരിക മാനദണ്ഡങ്ങൾ, സാമൂഹിക പെരുമാറ്റം എന്നിവ രൂപപ്പെടുന്നതിന് റിലീജിയന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. നമുക്കറിയാം, ഓരോ റിലീജിയൻ വിശ്വസിക്കുന്നവരും അത് ദിവസങ്ങളിൽ അവരുടെ പ്രയറിന് വേണ്ടി അവരുടെ ആരാധനാലയങ്ങളിൽ പോകാറുണ്ട്, അല്ലേ. അപ്പോൾ അവരുടെ ഒരു വിശ്വാസമാണ് അവരുടെ ആരാധനാലയങ്ങളിൽ പോകുന്നതോടുകൂടി അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മെൻ്റൽ പീസ് ലഭിക്കുന്നതിനും അതുപോലെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ നല്ല രസമായിരിക്കും, അല്ലേ. നമുക്കവിടെ പോയിരുന്നാൽ ഒരു കാംനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും അവരുടെ കുർബാന ഉണ്ടാകും. അതുപോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരെല്ലാ ദിവസവും അതുപോലെ തന്നെ അവരുടെ നിസ്കാരം രാവിലെ ഏർലി മോർണിംഗിൽ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അവർ നോമ്പ് നോക്കുന്നു. പിന്നെ എല്ലാ ഫ്രൈഡേയും അവർ മസ്റ്റായിട്ട് പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നു. പിന്നെ അമ്പലങ്ങളിലും ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് പോകാറുണ്ട്, അല്ലേ. അപ്പോൾ ഇത്രയാണ് റിലീജിയനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നോക്കാം. അതായത് ഒന്നാമതായി ഡിസ്കസ് ചെയ്യുന്നത് ബിലീഫ്സ് ആൻഡ് ഡോക്ട്രൈൻ, വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും. റിലീജിയൻ ടിപ്പിക്കലി ഹാവ് എ സെറ്റ് ഓഫ് കോർ ബിലീഫ്സ് ഓർ ഡോക്ട്രൈൻസ് ദാറ്റ് ഔട്ട്ലൈൻ ദ നേച്ചർ ഓഫ് ദി ഡിവൈൻ, ദ മീനിങ് ഓഫ് ലൈഫ് ആൻഡ് ദ മോറൽ ഫ്രെയിംവർക്ക് ഫോളോവേഴ്സ് ഷുഡ് അഡ്ഹർ ടു. ദീസ് ക്യാൻ ഇൻക്ലൂഡ് ബിലീഫ് ഇൻ വൺ ഓർ മൾട്ടിപ്പിൾ ഗോഡ്സ് ആൻഡ് ആഫ്റ്റർ ലൈഫ് ആൻഡ് എ നേച്ചർ ഓഫ് ഗുഡ് ആൻഡ് ഇവിൽ. അതായത് മതങ്ങൾക്ക് സാധാരണയായി ദൈവികതയുടെ ഒരു സ്വഭാവം കാണും, അല്ലേ. നമ്മുടെ റിലീജിയൻ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടാവുക. ജീവിതത്തിൻ്റെ അർത്ഥം, അനുയായികൾ പാലിക്കേണ്ട ധാർമ്മിക ചട്ടക്കൂട് എന്നിവ രൂപപ്പെടുത്തുന്ന ഒരു കൂട്ടം അടിസ്ഥാന വിശ്വാസങ്ങളോ സിദ്ധാന്തങ്ങളോ ഉണ്ട്. ഒന്നോ അതിലധികമോ ദൈവങ്ങളിലുള്ള വിശ്വാസം, അതുപോലെ മരണാന്തര ജീവിതം, നന്മയും തിന്മയും സ്വഭാവം എന്നിവയും ഇതിൽ ഉൾപ്പെടാം. അതായത് തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കും, അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നു, നല്ല പ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നു, അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെയാണ് നന്മയുടെയും തിന്മയുടെയും സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ ഗോഡ്സ്, അല്ലേ, ഒന്നിലധികം ദൈവത്തിലുള്ള വിശ്വാസം, ഇതൊക്കെയാണ് ബിലീഫ് ആൻഡ് ഡോക്ട്രൈനിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിച്വൽസ് ആൻഡ് പ്രാക്ടീസസ്. അതായത് റിച്വൽസ് ആർ ഫോർമലൈസ്ഡ് റിപ്പീറ്റഡ് ആക്ഷൻസ് ദാറ്റ് ഹോൾഡ് സിംബോളിക് മീനിങ് വിത്തിൻ എ റിലീജിയസ് കണ്ടെക്സ്റ്റ്. These can include ceremonies, prayers, fasting, pilgrimages and other acts of worship. അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഓരോ മതത്തിനും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ആചാരങ്ങൾ ഔപചാരികമായും മതപരമായും പശ്ചാത്തലത്തിൽ പ്രതീകാത്മക അർത്ഥം പുലർത്തുന്ന ആവർത്തിച്ചുള്ളതുമായ പ്രവർത്തനങ്ങളാണ്. ചടങ്ങുകൾ, പ്രാർത്ഥനകൾ, ഉപവാസം, തീർത്ഥാടനങ്ങൾ, മറ്റ് ആരാധനകൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. അപ്പോൾ ഇതും റിലീജിയൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അടുത്തത് കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സപ്പോർട്ട്, സമൂഹവും സാമൂഹിക പിന്തുണയും. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫൺ ഫോസ്റ്റർ എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി എമംഗ് ദെയർ ഫോളോവേഴ്സ്, പ്രൊവൈഡിംഗ് സോഷ്യൽ സപ്പോർട്ട് നെറ്റ്വർക്ക്, communal worship and shared identity. This community can be local,
എക്സാമ്പിൾ ചർച്ച്, അതുപോലെ തന്നെ ഓർ ഗ്ലോബൽ, എക്സാമ്പിൾ വേൾഡ് വൈഡ് മുസ്ലിം. ഓക്കെ, ഇപ്പോൾ സമൂഹവും സാമൂഹിക പിന്തുണയും എന്ന് പറയുന്നത് മതസ്ഥാപനങ്ങൾ പലപ്പോഴും അവരുടെ അനുയായികൾക്കിടയിൽ സാമൂഹിക ബോധം വളർത്തുകയും സാമൂഹിക പിന്തുണ ശൃംഖലകൾ, സാമുദായിക ആരാധന, പങ്കിട്ട സ്വത്വം എന്നിവ നൽകുകയും ചെയ്യുന്നു. ഈ സമൂഹം പ്രാദേശികമായിരിക്കാം അല്ലെങ്കിൽ ആഗോളമായിരിക്കാം. അപ്പം നമുക്കറിയാം, ഇവിടെ മതം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല. അതൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡിൽ തന്നെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ അവരുടെ എന്താ പറയുക, സമൂഹത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരിക്കും. അറിയാം, നമ്മൾ ആരാധനാലയങ്ങളൊക്കെ ഒറ്റയ്ക്കും പോകും, അതുപോലെ തന്നെ സമൂഹമായിട്ടുള്ള കൂട്ടപ്രാർത്ഥനയും അവിടെ പല കാര്യങ്ങളും ട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. ഒരു വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, വൃദ്ധരായ ആൾക്കാർക്കൊക്കെ ആശ്രയമൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സമൂഹം, ഇതിൻ്റെ ഒരു സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് റിലീജിയൻ ഉണ്ടെന്ന് പറയുന്നത്. അടുത്തതായി പറയാനുള്ളത് മോറൽ ആൻഡ് എത്തിക്കൽ ഗൈഡ് ലൈൻസ്, ധാർമ്മികവുമായ മാർഗനിർദ്ദേശങ്ങൾ. അതായത് മോറൽ എത്തിക്കൽ ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഓക്കെ, റിലീജിയസ് പ്രൊവൈഡ് മോറൽ ആൻഡ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ദാറ്റ് ഷേപ്പ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ആൻഡ് ഇൻറ്ററാക്ഷൻസ് വിത്തിൻ സൊസൈറ്റി. ദീസ് ഗൈഡ് ലൈൻസ് ആർ ഓഫൺ കോഡിഫൈഡ് ഇൻ സാക്രഡ് ടെക്സ്റ്റ്, ബൈബിൾ, ഖുറാൻ ആൻഡ് ഇൻ്റർപ്രറ്റഡ് ബൈ റിലീജിയസ് ലീഡേഴ്സ്. അപ്പോൾ നമുക്കറിയാം, മതങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റത്തെയും സമൂഹത്തിനുള്ള ഇടപെടലുകളെയൊക്കെ രൂപപ്പെടുത്തുന്നതിന് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ പലതരത്തിലുള്ള മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാറുണ്ട്, അത് ചൊല്ലാറുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമാണ് ബൈബിള്, അതുപോലെ തന്നെ ഭഗവത്ഗീത, ഖുറാനൊക്കെ. അപ്പോൾ അതൊക്കെ മതനേതാക്കൾ അത് വ്യാഖ്യാനിക്കുകയും അത് ക്രോഡീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളികളിലും, ഇപ്പം മുസ്ലിം, ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ മതപഠനങ്ങൾ നടത്താറുണ്ട്. അവരുടെ ബൈബിള്, ഖുറാനൊക്കെ പഠിപ്പിക്കാറുണ്ട്. അറബി അങ്ങനെയുള്ള ഭാഷകളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് എന്താ പറയുക, മോറൽ ആൻഡ് എത്തിക്കൽ ഗൈഡ് ലൈൻസ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് മോറൽ വാല്യൂസൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, നമ്മൾ വ്യക്തികളൊരു ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഡിസ്കസ് ചെയ്യാനുള്ളത് റിലീജിയസ് ലീഡർഷിപ്പ് ആൻഡ് അതോറിറ്റി. ഇത് മതപരമായ നേതൃത്വവും അധികാരവും. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടിപ്പിക്കലി ഹാവ് എ ഹൈറാർക്കി ഓഫ് ലീഡർഷിപ്പ് സച്ച് ആസ് പ്രീസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് പറയുക, മോങ്ക്, അതർ ക്ലർഗി who are responsible for interpreting doctrine, leading rituals and guiding the community. അപ്പോൾ എന്താണ്, മതസ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും, ഓരോ മതത്തിൻ്റെ കീഴിലും മതസ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ പുരോഹിതന്മാർ, അതുപോലെ തന്നെ ഇമാമുകൾ, അതുപോലെ തന്നെ റബ്ബികൾ, സന്യാസിമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുരോഹിതരായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവരാണ് മതപഠനത്തിനുള്ള നേതൃത്വങ്ങൾ കൊടുക്കുന്നതും കുട്ടികൾക്ക് ഉപദേശങ്ങളും മോറൽ വാല്യൂസൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ഉപദേശങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനും ആചാരങ്ങൾ നയിക്കുന്നതിനും സമൂഹത്തെ നയിക്കുന്നതിനൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രീസ്റ്റ്, അതുപോലെ തന്നെ പള്ളിയിലച്ഛൻ, അതുപോലെ തന്നെ എന്താ പറയുക, ഉസ്താദുമാരല്ലേ, പള്ളിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ, മുസ്ലിം പള്ളിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെയാണ് റിലീജിയസ് ലീഡർഷിപ്പിൽ കാര്യങ്ങൾ പോകുന്നത്. അടുത്തേ പറയാനുള്ളത് റിലീജിയസ് ഓർഗനൈസേഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഇത് മതസംഘടനകളും ഘടനയും. Organized religions have a formal institutions like church, mosque, temples and synagogues, as well as governing bodies that manage the administration, education and outreach activities. അപ്പോൾ നമുക്കറിയാം, ഓരോ പള്ളിയുടെയും, അതുപോലെ തന്നെ മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, അതുപോലെ തന്നെ ടെമ്പിൾസിൻ്റെയൊക്കെ കീഴിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസൊക്കെ ഇവരുടെ നേതൃത്വത്തിൽ നടക്കാറുണ്ട് അല്ലേ. അതിൻ്റെ ഭരണനിർവഹണവും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി ഭരണസമിതികളുമുണ്ട്. നമുക്ക് റിലീജിയസ് ഓർഗനൈസേഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അത് നമുക്കറിയാം, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെ, ട്രസ്റ്റുകൾ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഇൻ സോഷ്യലൈസേഷൻ. Religion plays a crucial role in socialization, teaching individuals the values, norms and practices that are important within their faith community. It often influences other social institutions such as family, education and politics. അപ്പോൾ നമുക്കറിയാം, സാമൂഹികവൽക്കരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മതം അത് നന്നായി തന്നെ നിർവഹിക്കുന്നുണ്ട് അല്ലേ. വ്യക്തികളെ അവരുടെ വിശ്വാസ സമൂഹത്തിൽ പ്രധാനപ്പെട്ട മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ആചാരങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം കുടുംബം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം തുടങ്ങിയ മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളെ ഇത് പലപ്പോഴും സ്വാധീനിക്കുന്നുമുണ്ട്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹികവൽക്കരണത്തിന് വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പാക്റ്റ്, സാംസ്കാരികം ചരിത്രപരമായ സ്വാധീനം. റിലീജിയൻ ഹാസ് ഹിസ്റ്റോറിക്കലി ബീൻ എ സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സ് ഇൻ ഷേപ്പിംഗ് കൾച്ചേഴ്സ്, ആർട്ട്, ലോസ് ആൻഡ് സോഷ്യൽ നോംസ്. ഇറ്റ് ഓഫൺ ഇൻ്റർസെക്ട് വിത്ത് അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഫ്ലുവൻസിങ് എവരിതിങ് ഫ്രം മാരേജ് പ്രാക്ടീസസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഗവേണൻസ്. അതായത് സംസ്കാരങ്ങൾ, കല, നിയമങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ മതം ചരിത്രപരമായി ഒരു പ്രധാന ശക്തിയാണ്. ഇത് പലപ്പോഴും മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളുമായി കൂടിച്ചേരുകയും വിവാഹ രീതികൾ മുതൽ വിദ്യാഭ്യാസം വരെ എല്ലാം സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതിനി പ്രത്യേകിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കൾച്ചറൽ ട്രാൻസ്മിഷൻ നടത്തുന്നുണ്ട് മതം. അതായത് ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൾച്ചറൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അതായത് സംസ്കാരങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മതം വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് റിലീജിയനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 4 വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതിൻ്റെ ടോപ്പിക്ക് തീർന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക.